MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് MLS-ൽ നടന്ന മത്സരമായിരുന്നു ഇന്റർ മിയാമി വേഴ്സസ് സാന്റോസ്. ഇന്ന് ഇന്റർ മിയാമി സാന്റോസും തമ്മിലുള്ള മത്സരം 3-3 എന്ന സമനിലയോട് കൂടി പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്റർ മിയാമിയുടെ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ അവർ പ്രകടിപ്പിച്ച പ്രകടനത്തെക്കുറിച്ച് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഇന്റർ മിയാമിക്ക് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ അവസാനം കളിച്ച 6 മത്സരങ്ങളിൽ നിന്നും 4 തോൽവികളും 1 വിജയവും 1 സമനിലയുമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ 17 ഗോളുകൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ഗോളുകളും അവർ നേടിയിട്ടുണ്ട്. ഇന്റർ മിയാമി അവസാനം കളിച്ച 6 കളിയുടെ പ്രകടനം നോക്കുമ്പോൾ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ ആദ്യ പാദത്തിൽ വാൻകൂവറിനോട് 2 ഗോളുകൾക്ക് ഇന്റർ മിയാമി പരാജയപ്പെട്ടു. അതുപോലെ തന്നെ FC ഡോളസിനോടും 3-4 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെമിഫൈനലിൽ 2ാം പാദ മത്സരത്തിൽ വാൻകൂവറിനോട് 2ാം പാദത്തിൽ 1-3 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഇന്റർ മിയാമി NY റെഡ് ബുൾസിനോട് 1-4 ഗോളുകൾക്ക് വിജയിച്ചു. അതുപോലെ തന്നെ മിനസോട്ടയോടെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. അവസാനം സാന്റോസ് FCയോടെ ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു സമനില അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർ മിയാമിയുടെ അർജന്റീനൻ പരിശീലകനായിട്ടുള്ള ആവിയർ മഷറാനോയുടെ കീഴിൽ ഇന്റർ മിയാമി വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അത് കളിക്കാർക്കും ഒട്ടും സംതൃപ്തനല്ല. ഇതിൽ മെസ്സിക്ക് തന്നെ വളരെ നിരാശയുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.